ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല അത് വലിയൊരു വിഷയമാണല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പല സെലിബ്രിറ്റീസും പോയിട്ടുണ്ടായിരുന്നു അവിടെ. അതുപോലെ സാധാരണക്കായ ആളുകളും പോയിട്ടുണ്ട്. പക്ഷേ സെലിബ്രിറ്റികളുടെ ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ചെറിയ കുട്ടികൾ മുതൽ കിടക്കപ്പായിൽ കിടക്കുന്ന പ്രായമായ ആളുകൾ വരെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ പല ആംഗിളിലുള്ള ഫോട്ടോസാണ്. ഫേസല്ല അവരെടുക്കുന്നത് ഓരോരോ ഭാഗങ്ങളാണ്. അത് നമ്മൾ മീഡിയയിലൂടെ ഭയങ്കര പ്രദർശന വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലേഡീസിൻ്റെ ആ ഒരു ആറ്റുകാൽ പൊങ്കാല. നമ്മുടെ ഏറ്റവും വലിയ പൊങ്കാല നടക്കുന്നത് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ അടുത്താണ്, തിരുവനന്തപുരം അല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി. കാരണം നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ആഗ്രഹിച്ചു അത് നടത്താൻ വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി അവിടെ പോകുന്നത്. അതിൽ സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് മാത്രം ഷൂട്ട് ചെയ്ത് അവരുടെ വയറും മറ്റുള്ള മാറിടങ്ങളും മാത്രം ആംഗിൾ ചെയ്ത് വെച്ചുകൊണ്ട് ഫോട്ടോ എടുത്ത ഒരുപാട് ആളുകൾ അത് പല മീഡിയയിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ മോശമാണ്. തൻ്റെ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാർ ഇതേമാതിരി പോയി പൊങ്കാല ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് സാരി ഉടുക്കുന്നത്. ചിലപ്പോൾ അത് മാറിടം കാണിച്ചിട്ടായിരിക്കും, വയറ് കാണിച്ചിട്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അവരാദ്യമേ അങ്ങനെ ഉടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും അവർ സാരി ഉടുക്കുന്നത്. പക്ഷേ ലേഡീസിന് കുറച്ചും കൂടി ഒരു മാന്യത കാണിക്കാം, അത് വേറെ കാര്യം. ഇങ്ങനെ ഇത്രയും ആളുകൾ കൂടുന്നിടത്ത് തൻ്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഒന്ന് മറച്ച് വെച്ചുകൊണ്ട് സാരി ഉടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. അതിലൊന്നും നമുക്ക് കൈ കടത്താൻ ഞാൻ ആളല്ല. എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം സാരി ഉടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അവരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെനിഷ പൊങ്കാലിടാൻ പോയിട്ടുണ്ട് അല്ലേ. റെനിഷ ഒരു മുസ്ലിംസാണ്. പക്ഷേ അവൾക്ക് ആറ്റുകാലമ്മയുടെ അടുത്ത് വന്ന് ഫസ്റ്റ് ടൈം ഒരു പൊങ്കാല ഇടണമെന്ന് അവൾക്ക് ആഗ്രഹം തോന്നി. അവൾ വന്ന് പൊങ്കാല ഇട്ടു. പായസം എന്തോ ആണ് അവൾ പൊങ്കാലയ്ക്ക് നേർച്ചയായിട്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊന്നും റെനിഷ പൊങ്കാല ഇട്ടത് വളരെ വിവാദമായി മാറിയിട്ടുണ്ട്. ഓരോരുത്തർ സൈബർ ആക്രമണത്തിലൂടെ കമൻറ്റിലൂടെ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അത് കമൻറ്റിൽ ഭയങ്കര ആക്രമണം തന്നെയാണ് റെനിഷയ്ക്കെതിരെ വന്നിട്ട്. ഞാൻ ചോദിക്കുന്നതല്ല, എല്ലാവരും മനുഷ്യരല്ലേ. ഹിന്ദുസ് മുസ്ലിങ്ങളുടെ നോമ്പും കാര്യങ്ങളും ചെയ്യുന്നില്ലേ? ക്രിസ്ത്യൻസിൻ്റെ നോമ്പ് ചെയ്യുന്നില്ലേ? ക്രിസ്ത്യൻസ് അതുപോലെ ഹിന്ദുസിൻ്റെ നോമ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ നോമ്പെടുക്കുന്നുണ്ട് അല്ലേ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് മതപരമായിട്ട് അവിടെ ചിന്തിക്കാൻ നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊരു മതത്തിലെ എൻ്റെ ആവശ്യങ്ങൾക്കായി ആരും കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. റെനിഷയുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. അവൾ നോമ്പ് നോറ്റ്, അതായത് അവരുടെ ആചാരപ്രകാരമുള്ള നോമ്പ് അവൾ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള നോമ്പ് എന്തൊക്കെയാണെന്ന് അവൾക്കറിയില്ല. പക്ഷെ അവൾ തലേന്ന് അവരുടെ സാധാ നോമ്പ് നോറ്റ് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇറച്ചിയോ മീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾ കഴിച്ചിട്ടില്ല. പിന്നെ മനുഷ്യ ശരീരം ശുദ്ധിയാണെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ ഇഷ്ടപ്രകാരം അവരുടെ ഒരു ആഗ്രഹമാണ്. അത് വിചാരിച്ചിട്ട് അവളുടെ ആ ഒരു മതത്തിൽ നിന്ന് അവളെ പുറത്താക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരേ ദൈവങ്ങളെയാണ്. മനുഷ്യനാണ് ദൈവങ്ങളെ വേർതിരിച്ചിട്ട് അല്ലേ. ഒരിക്കൽ പോലും ദൈവം വേർതിരിച്ചിട്ടില്ലല്ലോ. നമ്മളാണ് പല ദൈവങ്ങളെയും പല ആചാരങ്ങളും കൊണ്ടുവന്നത് നമ്മൾ മാത്രമാണ്. നമുക്ക് നമ്മുടെ ആചാരത്തെ നമ്മൾ മുറുക്കി പിടിക്കുന്നു, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ഇഷ്ടപ്രകാരം ചെയ്യുന്നതിനെതിരെയാണ് ഇപ്പോൾ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. റെനിഷയ്ക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ ഒരു ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അവളത് ചെയ്യട്ടെ. ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നതാണ്. എല്ലാ മതത്തിലും ഞാൻ പോവാറുണ്ട്. കാരണം ക്രിസ്ത്യൻ്റെ അവരുടെ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ എനിക്കിഷ്ടമാണ്, എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹിന്ദു ആചാരപ്രകാരം ഞാൻ അതും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെയും ഈ ഒരു പൊങ്കാലയുടെ പേരിൽ വേർതിരിച്ച് കാണരുത്. കാരണം ആറ്റുകാലമ്മ അവൾക്ക് വേണ്ടിയിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, നീ ഇവിടെ വരും പൊങ്കാല ഇടും എന്ന് അവൾക്കൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൾ വന്നിട്ടുണ്ട്. ആറ്റുകാലമ്മയുടെ ഒരു വിശ്വാസം അവൾക്കുണ്ടാവും അല്ലേ.
അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല നടന്ന സമയത്ത് അവിടെ നടന്നിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളാണിത്. സാധാരണ ആളുകളെ ഇപ്പോൾ ചിപ്പിയുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ പോയപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയും കുറേ ആളുകൾ എതിരിട്ടുകൊണ്ട് പോലീസുകാർ വന്ന് ചിപ്പിയെ അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ആരും മതപരമായിട്ട് പരസ്പരം തല്ലുകൂടാതിരിക്കുക. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവരുടെ കൈമുറിച്ചാലും ബ്ലഡാണ് വരുന്നതെന്ന് ഓർക്കുക. ആരും പരസ്പരം അടിപിടി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബൈ ബൈ.